അറ്റ് കോതമംഗലം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലെസൺ പ്ലാൻ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ലെസൺ പ്ലാനിൻ്റെ ടോപ്പിക്ക് പ്രിപ്പോസിഷൻസ് ആണ്. പ്രിപ്പോസിഷൻസിൽ ഇൻ, ഓൺ, അണ്ടർ ഈ മൂന്നും എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്കറിയാം പ്രിലിമിനറി ഡീറ്റെയിൽസ് ആണ്. പ്രിലിമിനറി ഡീറ്റെയിൽസിൽ നെയിം ഓഫ് ദ ടീച്ചർ, നെയിം ഓഫ് ദി സ്കൂൾ, നെയിം ഓഫ് ദി സബ്ജക്റ്റ്, അതായത് നിങ്ങൾ ഏത് സ്കൂളിലാണോ പഠിപ്പിക്കുന്നത്, ഏത് സബ്ജക്റ്റാണോ അതൊക്കെ എഴുതുക. ദെൻ ഏത് ക്ലാസ്സിലാണ്, നമുക്കിതിപ്പോൾ KG തൊട്ട് സ്റ്റാൻഡേർഡ് 4th വരെ അല്ലെങ്കിൽ 3rd വരെയുള്ള ടീച്ചേഴ്സിന് പറ്റിയൊരു ലെസൺ പ്ലാനാണ് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ടൈം എന്ന് പറയുന്നത് 45 minutes ആണ്. ഡേറ്റ് നിങ്ങൾ ഏത് ദിവസമാണോ ക്ലാസ് ആ ഡേറ്റ് മുതൽ എത്ര ഡേയ്സ് ആണോ നിങ്ങൾ ഈ ടോപ്പിക്ക് കവർ ചെയ്യാൻ എടുക്കുന്നത് ആ ഡേയ്സും നിങ്ങൾ എഴുതുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കണ്ടൻറ്റിലേക്ക് പോവുകയാണ്. കണ്ടൻറ്റിൽ ഫസ്റ്റത്തെ വരുന്നത് തീമാണ്. നമ്മുടെ തീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിപ്പോസിഷൻസ് ആണ്. പ്രിപ്പോസിഷൻസിൽ ഇൻ, ഓൺ, അണ്ടർ എന്താണെന്നാണ് പറയുന്നത്. അതായത് പ്രിപ്പോസിഷൻ മീൻസ് ദ പൊസിഷണൽ വേർഡ്സ്. പൊസിഷൻ, ഓരോ ഒബ്ജക്റ്റിൻ്റെയും പൊസിഷൻസ് എവിടെയാണെന്ന് കാണിക്കുന്നതിനുള്ള വേർഡ്സാണ് ഇൻ, ഓൺ, അണ്ടർ. ഓക്കെ, അതാണ് നമ്മുടെ തീം എന്ന് പറയുന്നത്. ഇനി ലേണിംഗ് ഒബ്ജക്റ്റീവ്, ഇനി ഇതിൽ നിന്ന് കുട്ടി എന്തെല്ലാം ഉൾക്കൊള്ളുന്നതെന്നാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. അതാണ് ലേണിംഗ് ഒബ്ജക്റ്റീവ്. സ്റ്റുഡൻസ് വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഐഡൻറ്റിഫൈ ദ പ്രിപ്പോസിഷൻസ് ഇൻ, ഓൺ ആൻഡ് അണ്ടർ. ദെൻ സ്റ്റുഡൻസ് വിൽ ബി ഏബിൾ ടു യൂസ് ദ പ്രിപ്പോസിഷൻസ് ലൈക്ക് ഇൻ, ഓൺ, അണ്ടർ കറക്റ്റ്ലി ഇൻ സെൻറ്റൻസ്. ഓരോ സെൻറ്റൻസിലും എവിടെയാണ് ഇൻ യൂസ് ചെയ്യേണ്ടത്, എവിടെയാണ് ഓൺ യൂസ് ചെയ്യേണ്ടത്, എവിടെയാണ് അണ്ടർ യൂസ് ചെയ്യുന്നതെന്ന് കുട്ടികൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുന്നു. ദെൻ സ്റ്റുഡൻസ് വിൽ ഡെവലപ്പ് ദർ ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ് ആൻഡ് റൈറ്റിംഗ് സ്കിൽസ്. ഇതോടുകൂടി കുട്ടികൾക്ക് എന്തെല്ലാം കഴിവുകളാണെന്ന് കുട്ടികൾക്ക് എഴുതുമ്പോഴും വായിക്കുമ്പോഴും അത് എവിടെയാണെന്ന് കറക്റ്റായിട്ട് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മൾ ഇതിൽ എന്ത് കൺസെപ്റ്റാണ് കുട്ടിക്ക് കൊടുക്കുന്നത്, അതായത് പ്രിപ്പോസിഷൻസ് ആർ വേർഡ്സ്. പ്രിപ്പോസിഷൻസ് എന്ന് പറഞ്ഞാൽ അത് ഡിഫൈൻ ചെയ്യുകയാണ് നമ്മൾ. എന്താണ് ഈ കൺസെപ്റ്റ് പ്രിപ്പോസിഷൻ എന്നുള്ളത്? പ്രിപ്പോസിഷൻസ് ആർ വേർഡ്സ് ദാറ്റ് ഷോ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ a noun or pronoun or other words in a sentence. In, on, under are prepositions that indicate locations. Locations indicate ചെയ്യുന്ന prepositions ആണ് in, on, under എന്ന് പറയുന്നത്. ഓക്കെ, then what are the skills get from these topic? ഈ ടോപ്പിക്കിൽ നിന്ന് കുട്ടികൾക്ക് എന്തെല്ലാം അഭിരുചികൾ, എന്തെല്ലാം കഴിവുകളാണ്, സ്കിൽസ് ആണ് ഡെവലപ്പ് ആവുന്നത്? ഐഡൻറ്റിഫിക്കേഷൻ, സ്പീക്കിംഗ്, ലെറ്റർ, സൗണ്ട്, പിക്ചർ association, picture word association, tripod grip, speaking, reading and writing. That means the LSRW. Then what are the values? ഇനി എന്തെല്ലാം values ആണ് ഇതിൽ നിന്ന് കുട്ടിക്ക് കിട്ടുന്നത്? അതിൻ്റെ values ആണ് accuracy, clarity and communication. ഇനി എന്താണ് പ്രീവിയസ് നോളജ്? കുട്ടിക്ക് നേരത്തെ ഇതിൽ എന്തെല്ലാം അറിയാമായിരുന്നു? അപ്പോൾ നമ്മൾ എന്താണ് കുട്ടിക്ക് എന്താണ് കറക്റ്റായിട്ടുള്ള വൊക്കാബുലറി ഉണ്ടോ എന്ന് നമ്മൾക്ക് ചെക്ക് ചെയ്യാം. ഫെമിലിയർ വിത്ത് ബേസിക്കുമായിട്ടുള്ള ഫെമിലാരിറ്റി ഉണ്ടോ? ഇതെല്ലാമാണ് നമ്മുടെ പ്രീവിയസ് നോളജിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ടീച്ചിങ് എയ്ഡ്സ്, എന്തെല്ലാം ടീച്ചിങ് എയ്ഡ്സ് ആണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത്? ഫ്ലാഷ് കാർഡ് വിത്ത് പിക്ചർ ഓർ ഒബ്ജക്ട്സ്. നമുക്ക് എന്താണ് ഒബ്ജക്ട്സിൻ്റെയും മറ്റും ഫ്ലാഷ് കാർഡുകൾ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒബ്ജക്ട്സ്, റിയൽ ലൈഫ് ഒബ്ജക്ട്സുകൾ നമുക്ക് യൂസ് ചെയ്യാം. വൈറ്റ് ബോർഡ് യൂസ് ചെയ്യാം, മാർക്കർ, വർക്ക്ഷീറ്റുകൾ, അതുപോലെ തന്നെ പിക്ചർ കാർഡ്സ് വിത്ത് സെൻറ്റൻസസ് ഇൻ, ഓൺ, അണ്ടർ വരുന്ന പിക്ചറും അതും കൂടി വരുന്ന സെൻറ്റൻസുകളും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ദെൻ ടീച്ചിങ് മെത്തഡോളജി, എങ്ങനെയായിരിക്കും നമ്മൾ ഈ ഒരു ടോപ്പിക്ക് കുട്ടികളിലേക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്? അപ്പോൾ നമുക്ക് അറിയാം, ഫസ്റ്റ് നമ്മൾ ക്ലാസ് എങ്ങനെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യണത്? നമ്മൾ ബേസിക്കലി എന്നും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണ പോലെ ദാറ്റ് ബിഗിൻസ് വിത്ത് ദ ലെസൺസ് ബൈ റിവൈസിങ് ദ ബേസിക് വൊക്കാബുലറി. നമ്മൾ റിവൈസ് ചെയ്ത് കൊടുക്കും. ദെൻ ഇൻട്രൊഡ്യൂസ് ദ കൺസെപ്റ്റ് ഓഫ് പ്രിപ്പോസിഷൻ യൂസിങ് ഫ്ലാഷ് കാർഡ്സ് ആൻഡ് പിക്ചേഴ്സും ഫ്ലാഷ് കാർഡുകളൊക്കെ ഉപയോഗിച്ച് കുട്ടികൾക്ക് എന്താണ് പ്രിപ്പോസിഷൻസ് എന്നുള്ള, എന്താണ് ഇൻ, ഓൺ, അണ്ടർ എന്നുള്ളത് നമ്മൾ വ്യക്തമായി കാണിച്ചു കൊടുക്കുന്നു. ബൈ ദ ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. എന്ന് വെച്ചാൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നു, നമ്മൾ എക്സ്പ്ലെയിൻ ദ മീനിങ് ഓഫ് ഇൻ, ഓൺ ആൻഡ് അണ്ടർ യൂസിങ് എക്സാമ്പിൾസ് ആൻഡ് സെൻറ്റൻസസ്. റൈറ്റ് സെൻറ്റൻസസ് ഓൺ ദ ബോർഡ് യൂസിങ് ദ പ്രിപ്പോസിഷൻസ് വരുന്ന സെൻറ്റൻസുകൾ നമ്മൾ ബോർഡിൽ എഴുതി കാണിക്കുന്നു. റിയലായിട്ട് എന്താണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ
ആണ് നമ്മുടെ ഡയറക്റ്റ് ഇൻസ്ട്രക്ഷനിൽ വരുന്നത്. ദെൻ ഗൈഡഡ് പ്രാക്ടീസ്, അതായത് ഡിസ്ട്രിബ്യൂട്ട് ദ വർക്ക്ഷീറ്റുകൾ നമ്മൾ കൊടുക്കുന്നു. എക്സസൈസ് ആയിട്ട് കുട്ടികൾക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഗൈഡൻസ് കൊടുത്ത് കുട്ടികളെയും കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കുന്നു. ദെൻ ഇൻഡിപെൻഡൻസ് പ്രാക്ടീസ്, ദാറ്റ് മീൻസ് ദ പ്രൊവൈഡ് സ്റ്റുഡൻസ് വിത്ത് picture cards and have them to write and talk their own sentence with in, on or under. in, on, under വെച്ചിട്ട് കുട്ടികളോട് തന്നെ ടോക്ക് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാനും അതിനെക്കുറിച്ച് എഴുതാനും നമ്മൾ പറയുന്നു. അതാണ് ഇൻഡിപെൻഡൻറ്റ് പ്രാക്ടീസിൽ വരുന്നത്. ഇനി എന്തെല്ലാം ലേണിംഗ് ആക്ടിവിറ്റീസാണ് നമ്മൾ ഇതിൽ നിന്ന് കൊടുക്കുന്നത്. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് പ്രിപ്പോസിഷൻ, നമ്മൾ പിക്ചേഴ്സ് കാണിച്ചു കഴിഞ്ഞിട്ട് കുട്ടികളോട് നമ്മൾ കറക്റ്റ് പ്രിപ്പോസിഷൻസ് എന്താണെന്ന് ചോദിക്കാം. സെൻറ്റൻസ് ബിൽഡ് ചെയ്യിപ്പിക്കാം. പിക്ചർ ഡിസ്ക്രിപ്ഷൻസ് കൊടുക്കാം എന്നാണ്. ഇനി എന്തെല്ലാം ഫോളോ അപ്പ് ആക്ടിവിറ്റിയാണ് നമുക്ക് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് അതായത് അസസ്മെൻറ്റ്. അടുത്തത് ഫോളോ അപ്പ് ആക്ടിവിറ്റിയാണ്. ഫോളോ അപ്പ് ആക്ടിവിറ്റിയിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് കൊടുക്കാവുന്നത്. അതായത് പ്രിപ്പോസിഷൻസ് ബിങ്കോ ലൈക്ക്, ദാറ്റ്സ് ബിങ്കോ എന്ന് പറഞ്ഞാൽ എന്താ, ദാറ്റ്സ് എ ഗെയിം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് പിക്ചേഴ്സും ഒബ്ജക്ട്സും യൂസ് ചെയ്ത ബിങ്കോ പോലത്തെ ഗെയിംസ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നിങ്ങൾ നോക്കിയൊക്കെ ഓരോ നമ്മൾ ഇങ്ങനെ ഒരു ടേബിൾ വരയ്ക്കുക. ഇൻ, ഓൺ, അണ്ടർ, അറ്റ്, നിയർ, ഇൻ, ബിഹൈൻഡ്, നിയർ, ഔട്ട്, ഫാർ, ഇൻസൈഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഡൈസ് ഇടുക. ഡൈസിൻ്റെ അകത്ത് വരുന്ന ഡൈസ് ഇട്ടിട്ട് ഏത് കോളത്തിലാണ് വീഴുന്നത് ആ ഒരു പ്രിപ്പോസിഷൻസ് യൂസ് ചെയ്തിട്ട് സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് പറയാം. അതുപോലെ തന്നെ നമുക്ക് എന്താണ് പിക്ചറൈസേഷൻ കൊടുത്തിട്ട് വേർ ഈസ് ദ ബോൾ എവിടെയാണ് എന്ന് പിക്ചറിൽ കാണുന്നത് പോലെ നിങ്ങൾക്ക് ആസ്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ പിക്ചറിൽ കാണുന്നത് വേർ ഈസ് ദ ബോൾ ഈസ് ഇൻ ദ ബോക്സ് ഓർ ഓൺ ദ ബോക്സ്, അണ്ടർ ദ ബോക്സ്. അങ്ങനെ കുട്ടികൾക്ക് റിലേറ്റഡ് ആയിട്ടുള്ള മെനി ടൈപ്പ് വർക്ക്ഷീറ്റുകളും ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇത് വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.